കടുത്ത വേനലിൽ വെള്ളം തേടി പത്തനംതിട്ട തണ്ണിത്തോട് ഭാഗത്തേക്ക് ആനകൾ കാടിറങ്ങിയെത്തുന്നത് പതിവാകുന്നു. കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമുള്ള തണ്ണിത്തോട് മുണ്ടോമൂഴി മൂഴിപ്പാതയിൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയാണ് വനം വകുപ്പും. പാതയിൽ ഡിജിറ്റൽ ബോർഡുകൾ അടക്കം സ്ഥാപിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. കാട്ടിലെ സ്വാഭാവിക നീരുറവകൾ വറ്റിയതോടെ വെള്ളം തേടി നാട്ടിലേക്കിറങ്ങുകയാണ് കാട്ടാനക്കൂട്ടം. കല്ലാറാണ് ഇവയുടെ ലക്ഷ്യം. മിക്ക സമയങ്ങളിലും റോഡ് മുറിച്ചു കിടക്കുന്ന കാട്ടാനക്കൂട്ടത്തെ തണ്ണിത്തോട് മുണ്ടാമൂഴി മൂഴിപ്പാതയിൽ കാണാം. അടവി വിനോദ കേന്ദ്രം ഉൾപ്പെടുന്ന ഈ മേഖലയിൽ സഞ്ചാരികളും കൂടുതലാണ്. റോഡിൽ പെട്ടെന്ന് ആനകളെ കാണുമ്പോൾ ആളുകൾ തുടർച്ചയായി ഹോണുകൾ മുഴക്കുന്നതും ബഹളം വയ്ക്കുന്നതുമെല്ലാം അപകടത്തിന് കാരണമാകും. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുകയാണ് വനപാലകർ. പാതയിൽ മുന്നറിയിപ്പിനായി ഡിജിറ്റൽ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് പ്രധാനമായും ഈ പൊതുജനങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആൾക്കാർ വളരെ വേഗത കുറച്ച് ഈ വഴിയിലൂടെ സഞ്ചരിക്കും. ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്, വളരെ വേഗത കുറച്ച് സഞ്ചരിക്കും. കൂടാതെ ഈ ആറ്റിലേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കുവാനും വീഡിയോഗ്രാഫി പിടിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അതൊക്കെ അവരെ ക്ഷണിച്ചു നിർത്തുന്നതാണ്. പിന്നെ കുളിക്കാനായിട്ട് ആൾക്കാർ നമ്മുടെ ആറ്റിൽ വരുന്നുണ്ട്. അത് കഴിവതും വളരെ നേരത്തെ ഉച്ചയോടുകൂടിയൊക്കെ വന്ന് കുളിച്ച് നനച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഇരുട്ടി വരുന്ന വരെയൊന്നും ആരും ആറ്റിലിറങ്ങി നിൽക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമുക്ക് അപകടം ക്ഷണിച്ചു നിർത്തുന്ന ഒരു കാര്യമാണ്. ഇതാണ് നമുക്ക് പൊതുജനങ്ങളോട് പൊതുവെ പറയാനുള്ള ഒരു നിർദ്ദേശം. പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗും വനം വകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. ജനം പത്തനംതിട്ട.